അധ്യായം 73. സൂറത്തുൽ മുസമ്മിൽ, മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 20. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. ഹേ വസ്ത്രം കൊണ്ട് മൂടിയവരെ, നബിയെ, രാത്രി കുറച്ചു സമയം ഒഴിച്ച് ബാക്കി എഴുന്നേറ്റ് നിസ്കരിച്ചു കൊള്ളുക. നിസ്ഫഹു ഔ യൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അതായത് അതിന്റെ പകുതി സമയം, അതിൽ നിന്ന് അല്പം ചുരുക്കുകയോ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുക. ഖുർആൻ നിർത്തി സാവകാശം ഓതുകയും ചെയ്യുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ. തീർച്ചയായും ഭാരമുള്ള വചനം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തരാൻ പോകുന്നു. ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വഖഅൻ വഅഖ്വമു ഖീലാ. രാത്രി നിസ്കാരത്തിനു വേണ്ടി ഉണർന്നെഴുന്നേൽക്കുകയെന്നത് അത് കാതും ഹൃദയവും തമ്മിൽ കൂടുതൽ യോജിപ്പുണ്ടാക്കുന്നതും ഖുർആൻ പാരായണം കൂടുതൽ സ്പഷ്ടമാക്കുന്നതും തന്നെയാണ്. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ ത്വീലാ. തീർച്ചയായും താങ്കൾക്ക് പകൽ സമയത്ത് നല്ല ജോലി തിരക്കുണ്ട്. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. താങ്കളുടെ റബ്ബിന്റെ നാമം സ്മരിക്കുക, ഏകാന്തതയോടെ ആരാധനയിൽ അവനിലേക്ക് മുറിഞ്ഞടുക്കുകയും ചെയ്യുക. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ. അവൻ ഉദയസ്ഥാനത്തിന്റെയും അസ്തമയസ്ഥാനത്തിന്റെയും റബ്ബാകുന്നു. അവനല്ലാതെ ഒരു ഇലാഹില്ല. അതിനാൽ താങ്കൾ എല്ലാ കാര്യങ്ങളും അവനെ ഭരമേൽപ്പിക്കപ്പെട്ടുകൊള്ളുക. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സത്യനിഷേധികൾ പറയുന്നതിനെപ്പറ്റി താങ്കൾ ക്ഷമിക്കുകയും സുന്ദരമായ നിലയിൽ അവരെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹിൽഹും ഖലീലാ. എന്നെയും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ധനികരായ സത്യനിഷേധികളെയും താങ്കൾ വിട്ടേക്കുക. അവർക്ക് അല്പം ഇട നൽകുകയും ചെയ്യുക. ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ. തീർച്ചയായും നമ്മുടെ പക്കൽ കനത്ത ചങ്ങലകളും ജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വത്വആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനാജനകമായ ശിക്ഷയും അവർക്കുണ്ട്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീലാ. ഭൂമിയും പർവ്വതങ്ങളും കിടുകിടാ വിറക്കുകയും പർവ്വതങ്ങൾ ഒഴുകുന്ന മണൽക്കുന്ന് പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. തീർച്ചയായും ഫിർഔന്റെ അടുത്ത് ഒരു ദൂതനെ അയച്ചതുപോലെ തന്നെ ജനങ്ങളെ, നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു ദൂതനെ നിങ്ങളുടെ അടുത്തേക്കും നാം അയച്ചിരിക്കുന്നു. فعصى فرعون الرسول فأخذناه أخذا وبيلا. എന്നിട്ട് ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു. തന്നിമിത്തം അവനെ നാം ശക്തമായ ഒരു പിടുത്തം പിടിച്ചു ശിക്ഷിച്ചു. فكيف تتقون إن كفرتم يوما يجعل الولدان شيبا. എന്നാൽ നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? السماء منفطر به كان وعده مفعولا. അന്ന് ആകാശം പൊട്ടിപ്പിളരുന്നതാകും. അള്ളാഹുവിന്റെ വാഗ്ദാനം
പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതാകുന്നു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. തീർച്ചയായും ഇത് മഹത്തായ ഒരു ഉപദേശമാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും വേണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ തന്റെ റബ്ബിലേക്ക് ഒരു മാർഗം അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. താങ്കളും താങ്കളോടൊപ്പമുള്ള ഒരു വിഭാഗവും രാത്രിയുടെ ഏതാണ്ട് 2/3 ഭാഗവും, ചിലപ്പോൾ രാത്രിയുടെ പകുതിയും, ചിലപ്പോൾ രാത്രിയുടെ 1/3 സമയവും നിസ്കരിക്കുന്നുവെന്ന് തീർച്ചയായും താങ്കളുടെ റബ്ബ് അറിയുന്നുണ്ട്. രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്ക് ശരിക്കത് കണക്കാക്കാനാവില്ലെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഇളവ് തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നിസ്കരിച്ചുകൊള്ളുക. അവനറിയാം നിങ്ങളിൽ രോഗികളുണ്ടായേക്കാമെന്നും വേറെ ചിലർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും തേടിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും മറ്റു ചിലർ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമെന്നും. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ സൗകര്യപ്പെട്ടത് പാരായണം ചെയ്ത് നിസ്കരിച്ചുകൊള്ളുക. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നല്ല നിലയിൽ കടം കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ സ്വന്തത്തിനു വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ഗുണപരമായും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നതാണ്. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടുക. തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികരും ആകുന്നു.